പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുമുമ്പാകെ കൂടി വരുവാൻ പരിശുദ്ധനായ കർത്താവേ, സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്നതായ സ്തോത്രം. സ്വഭവനങ്ങളിലിരുന്നുകൊണ്ട് കർത്താവെ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാനും ദൈവത്തിൻ്റെ കൃപയെയും സ്നേഹത്തെയും കരുതലിനെയും ഓർത്തുകൊണ്ട് നന്ദി കരയറ്റുവാനും അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്നതായ സ്തോത്രം. പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും അനുഭവങ്ങളിലൂടെയൊക്കെയും ഞങ്ങളുടെ ജീവിതങ്ങൾ ദിനംതോറും കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഉറപ്പുള്ളതായ സാന്നിധ്യവും നിരന്തരമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതങ്ങളിൽ പകർന്ന് ഞങ്ങളെ നിറയ്ക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഭാരപ്പെട്ടു പോകാതെ, പ്രയാസപ്പെട്ടു പോകാതെ, പ്രതികൂലങ്ങളിലൊക്കെ ദൈവസാന്നിധ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനായിട്ട് നന്ദി കരയുന്നു. ദൈവമായ കർത്താവെ, ഇന്ന് തിരുമുമ്പാകെ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിലാൽ ഞങ്ങളെ മറയ്ക്കണമേ, ദൈവിക കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അല്പസമയം കർത്താവെ തിരുമുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ വഴി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവമേ തിരുമുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ നന്മയിലും ഞങ്ങളെ ഉറപ്പിച്ച് ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങൾ 456 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതങ്ങൾ 456 ഗീതം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാൻ ആരും. ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം.
ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. നാം ഞങ്ങളുമായി നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യത്തെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിങ്ങളുടെ പ്രഭാവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവ് നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ അരുളണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് താഴ്മയും വിനയവുമായിട്ട് ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വെളിയിൽ നിന്ന് തിരിച്ചിരിക്കുന്നു. ഞങ്ങൾ സ്വന്തം ഹൃദയങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളുടെ മനസ്സിൽ കടന്നിരിക്കുന്നു. ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളെ സൗഖ്യമില്ല അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, നിങ്ങളുടെ പറയുന്നവരോട് ക്ഷമിക്കണമേ. നീ മനുഷ്യവർഗത്തോട് അറിയുന്ന വാക്കുകൾ പ്രകാരം അനന്തരിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന്റെ മകനായിട്ട് ഞങ്ങളെ ഭക്തിയോട് നീതിയോട് സുബോധത്തോടെ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 95-ാം സങ്കീർത്തനം നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം.
വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്കാൻ, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദേവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, പ്രകാരം തന്നെ. ആമേൻ. ഈ സമയത്ത് ഒന്നാം പാഠം വായിച്ചു കേൾക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 1 മുതൽ 7 വരെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 1 മുതൽ 7 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പിൻ. ദ്വീപുകളെ, എന്റെ വാക്ക് കേൾപ്പിൻ. ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പിൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചുവെച്ചു. എന്നോട്, ഇസ്രായേലേ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. ഞാൻ വെറുതെ അധ്വാനിച്ചു, എന്റെ ശക്തിയെ വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും എന്റെ ന്യായം യഹോവയുടെ പക്കലും എന്റെ പ്രതിഫലം എന്റെ ദൈവത്തിന്റെ പക്കലും ഇരിക്കുന്നു. ഇപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്കു വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തന്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ യഹോവയ്ക്ക് മാന്യനും എന്റെ ദൈവം എന്റെ ബലവും ആകുന്നു. നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ. എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ പരിശുദ്ധനുമായ യഹോവ സർവനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. വിശ്വസ്തനായ യഹോവ നിമിത്തവും നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ട് എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും. ഇവിടെ ഒന്നാം പാഠം വായിച്ചവസാനിക്കുന്നു. ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തന വേദഭാഗം ഈ സമയത്ത് വായിച്ചു കേൾക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 27. സങ്കീർത്തനം 27, സാംസ് 27. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹാരിതം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറയിന്മേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. എന്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കണേ. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു.
ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിലും കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിലെങ്കിലും പ്രത്യാശ വെക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. രണ്ടാം പാഠഭാഗം ഈ സമയത്ത് വായിച്ചു കേൾക്കാം. Second lesson for today is taken from Ephesians chapter 5 verses 1 to 5. Ephesians chapter 5 verses 1 to 5. Be imitators of God, therefore, as dearly loved children, and live a life of love, just as Christ loved us and gave himself up for us as a fragrant offering and sacrifice to God. But among you there must not even be a hint of sexual immorality, or of any kind of impurity, or of greed, because these are improper for God's holy people. Nor should there be obscenity, foolish talk, or coarse joking, which are out of place, but rather thanksgiving. For this you can be sure: no immoral, impure, or greedy person, such a man is an idolater, has any inheritance in the kingdom of Christ and of God. Thus ends the second lesson. സഭയുടെ പാട്ട് നമുക്ക് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ്, നീ ആജ്ഞകൾ അനുസരിച്ചു കൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയെല്ലാം വന്നിരുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും സഭയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കിയാർക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലാടുമുള്ള വിശ്വസഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ പരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിശ്വസിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായി നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ ആശ്രയിക്കുന്ന പ്രകാരം ഉണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. തിരുവചന ധ്യാനത്തിന് മുമ്പായി ജ്ഞാനകീർത്തനങ്ങൾ 215 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങൾ 215 കീർത്തനം. എൻ പ്രിയൻ സ്വരം ഇമ്പം എനിക്കത്, തൻ തിരുവചനം മൂലം എന്നും കേൾക്കുന്നു ഞാൻ. Ye
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല വിശുദ്ധ ദിവസത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ തിരുവചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, അവിടുത്തെ വിശുദ്ധ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ആവശ്യമായ പ്രാപ്തിയും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, തിരുവചനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളും മനസ്സുകളും നിറയപ്പെടുവാനും ദൈവവചനത്തിന് അനുസൃതിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസം ദൈവസന്നിധിയിൽ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സ്വഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാല ദൈവം നമ്മുടെ ദേശത്തിനും നമ്മുടെ ജനത്തിനുമൊക്കെ നൽകിയിരിക്കുന്ന സൗഖ്യത്തിനായിട്ടും ആരോഗ്യത്തിനായിട്ടും അനുദിനം വഴി നടത്തുന്ന നന്മകൾക്കായിട്ടും നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഈ നാളുകളിലൊക്കെയും COVID-19 പ്രയാസങ്ങളൊക്കെയും കുറഞ്ഞു വരുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് തുറന്നും ജീവിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും ദൈവകൃപയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദക്ഷിണേന്ത്യ സഭയായിട്ട് ചിന്തിക്കുന്ന ചിന്താവിഷയം നമ്മുടെ ജീവിതത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതായ 2 വിഷയങ്ങളെക്കുറിച്ചാണ്. ദൈവജനം ഉപ്പും വെളിച്ചവും. പീപ്പിൾ ഓഫ് ഗോഡ്, സോൾട്ട് ആൻഡ് ലൈറ്റ്. ദൈവജനം ഉപ്പും വെളിച്ചവും. ദൈവജനം ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവുമാകുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് അതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? ശിഷ്യരിലൂടെ ജീവിതത്തിൻ്റെ നൈർമല്യം അല്ലെങ്കിൽ യേശുക്രിസ്തു വിഭാവനം ചെയ്തതായ 2 കാര്യങ്ങൾ പ്രകാശമയമായും ഉപ്പിൻ്റെ അനുഭവത്തിലും ഈ ലോകത്തിൽ ഓരോ ശിഷ്യനും ഓരോ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ അനുയായിയും ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് സ്വന്തം ജീവിതത്തിലെ നന്മകളെ കണ്ടെത്താനായിട്ട് സാധിക്കാതെ പരാജയപ്പെടുന്നതായ മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. സ്വയം നിന്ദിതരായും ഉള്ളിലെ പ്രകാശം തിരിച്ചറിയാതെയും ലോകം മുഴുവൻ വൈദ്യുതീകരിക്കുകയും ചെയ്യുമ്പോൾ മറന്നുപോകുന്നതായ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവമേ, അസത്യത്തിൽ നിന്നും എന്നെ സത്യത്തിലേക്കും തമസിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും എന്നെ പ്രകാശത്തിലേക്കും നയിക്കണമേ എന്നുള്ളത്. മനുഷ്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത അവിഭാജ്യമായ 2 ഘടകങ്ങളാണ് ഉപ്പും പ്രകാശവും. മനുഷ്യന് എത്രത്തോളം ഉപ്പും വെളിച്ചവും പ്രാധാന്യമർഹിക്കുന്നുവെന്ന് ഇന്നത്തെ തിരുവചന വേദഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ നാം വായിച്ചു കേട്ട ഭാഗങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നുണ്ട്. യേശു കർത്താവ് സുവിശേഷ വേദഭാഗത്ത് യേശു കർത്താവ് ശിഷ്യന്മാരെ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി ഇരുന്ന ശേഷം പുരുഷാരത്തോടും അതോടൊപ്പം തന്നെ ശിഷ്യന്മാരോടുമായിട്ട് പറഞ്ഞതായ അല്ലെങ്കിൽ ശിഷ്യന്മാരോടുമായിട്ട് മൊഴിഞ്ഞതായ ശ്രദ്ധേയമായ വാക്യങ്ങളാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. നാനാദേശക്കാർ, സമൂഹം പുറന്തള്ളിയവർ, പാപികളെന്ന് മുദ്ര കുത്തപ്പെട്ടവർ, പാളയത്തിന് പുറത്താക്കപ്പെട്ടവർ, നാനാവ്യാധിക്കാർ, വേശ്യകൾ, ചുങ്കക്കാർ എന്നിവർ ഉൾപ്പെടുന്നതായ വെറുക്കപ്പെട്ടവരും വിലയും നിലയുമില്ലാത്തവരുമായിരുന്ന ആ പുരുഷാരത്തോട് യേശു കർത്താവ് മൊഴിഞ്ഞതായ വാക്യമാണ് നാം ഇന്ന് ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു നാളും ആർക്കും ഒരു പ്രയോജനവുമില്ല, ആർക്കും തങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കുകയില്ല എന്ന് സമൂഹം ചിന്തിച്ചിരുന്നതായ
ഒരു കൂട്ടം വ്യക്തികൾ. അവർ ഈ ദേശത്തിൻ്റെ മക്കളാണ്, ഈ മണ്ണിൻ്റെ മക്കളാണ്. അവരെ നോക്കിയാണ് യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന്. അതായത് നിങ്ങൾക്ക് രുചിയുള്ളതും ഈ ഭൂമിക്ക് രുചി പകരുവാനായിട്ടും അതോടൊപ്പം തന്നെ ഈ ലോകത്തിന് പ്രകാശമാകുവാനും സാധിക്കുമെന്ന് യേശു കർത്താവ് അവരെ ഓർപ്പിക്കുകയാണ്. ഈ യേശു കർത്താവ് മൊഴിഞ്ഞതായ ചിന്തകളുടെ അല്ലെങ്കിൽ മൊഴിഞ്ഞതായ വാക്കുകളുടെ വേദപുസ്തക പശ്ചാത്തലമൊന്ന് നാം പരിശോധിക്കുകയാണെങ്കിൽ, പലസ്തീൻ വീടിന് പുറത്ത് കല്ലുകൾ കൊണ്ട് നിർമ്മിക്കുന്നതായ അടുപ്പുകൾ ഉപയോഗിച്ചിരുന്നു. ചൂട് നിലനിർത്തുന്നതിനായിട്ട് ഈ അടുപ്പുകളുടെ അടിയിൽ തറയോടിന് ചുവട്ടിലായിട്ട് ഉപ്പ് വിതറുമായിരുന്നു. കുറേ കാലം കഴിയുമ്പോൾ ഈ ഉപ്പിൻ്റെ ഗുണം നഷ്ടപ്പെടുകയും അടുപ്പിൻ്റെ ചൂട് നിലനിർത്താൻ കഴിയാതാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഈ ഉപ്പ് മാറ്റി ക്ഷാരമുള്ള ഉപ്പ് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. ക്ഷാരം നഷ്ടപ്പെട്ടതായ അല്ലെങ്കിൽ ഉപ്പിൻ്റെ ഗുണം നഷ്ടപ്പെട്ടതായ ഉപ്പ് നടപ്പാതകളിൽ ഉപേക്ഷിക്കുകയും അവർ മനുഷ്യർ ചവിട്ടി മെതിക്കുകയും ചെയ്തിരുന്നു. അതിനാലാണ് യേശു കർത്താവ് ആ 13-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രുചി വരുത്താം, അത് പുറത്ത് കളഞ്ഞ് മനുഷ്യർ ചവിട്ടി കളവാനല്ലാതെ ഒന്നിനും കൊള്ളുന്നത് അല്ല എന്ന്. യഹൂദ മതത്തിൽ നിന്നും പരസ്യമായിട്ട് പുറത്ത് കിടക്കുന്ന ഒരാൾക്ക് വീണ്ടും ആ മതത്തിലേക്ക്, ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ കഠിനമായ ഒരു പ്രായശ്ചിത്തം ആവശ്യമായിരുന്നു. സിനഗോഗിൻ്റെ കവാടത്തിൽ കിടന്ന് നിലത്ത് കിടന്നിട്ട് അതിലേക്ക് പ്രവേശിക്കുന്നവർ മുഴുവൻ ചവിട്ടേറ്റ് അയാൾ സ്വയം എളിമപ്പെടണമായിരുന്നു. ഈ രണ്ട് കാഴ്ചകൾ യേശു കർത്താവിൻ്റെ വാക്കുകളെ ഒരുപക്ഷെ സ്വാധീനിച്ചിരിക്കാം. വെളിച്ചം, പലസ്തീനിലെ ഭവനങ്ങൾ ഒറ്റ ജനാലകൾ ഉള്ളതായ വളരെ ഇരുട്ട് നിറഞ്ഞതായ വീടുകളായിരുന്നു. 18 ഇഞ്ച് മാത്രമായിരുന്നു ജനാലകളുടെ വലുപ്പം ആയതിനാൽ വിളക്ക് എല്ലാ സമയത്തും അത്യന്താപേക്ഷിതമായിരുന്നു. ദൂരയാത്രയ്ക്ക് പോകുമ്പോഴും വിളക്ക് കെടാതെ വിളക്കിൻ്റെ തണ്ടിന്മേൽ നിന്ന് മാറ്റി പറയിൻ കീഴിൽ വെക്കുമായിരുന്നു. ഈ പശ്ചാത്തലങ്ങളെ മുൻനിർത്തിയാണ് യേശു കർത്താവ് അവിടെ ജനത്തെ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വെക്കുന്നത്. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശമയമായി തീരുന്നു എന്ന്. ഇന്ന് പ്രിയമുള്ളവരെ, കാലം ചെല്ലുന്തോറും ദൈവജനത്തിൻ്റെ ഉപ്പിൻ്റെതായ ഗുണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ആയതിനാൽ ഉപ്പിനെ പോലെ മറ്റുള്ളവർക്ക് രുചി വരുത്തുന്നതായ രീതിയിലേക്ക് നാം ഓരോരുത്തരും തീരണമെന്നും ഇന്നത്തെ വിശുദ്ധ വേദവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. എന്താണ് ഉപ്പിൻ്റെതായ പ്രത്യേകതകൾ? ഏവർക്കും അറിവുള്ളതായ കാര്യമാണ്. വേദപുസ്തകത്തിൽ ഉപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ നിരവധി വേദഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവകൽപ്പന അനുസരിക്കാതെ ലോത്തിന്റെ ഭാര്യ ഉപ്പ് തൂണായിട്ട് മാറി. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഭോജനയാഗത്തിലും എല്ലാ വഴിപാടുകളിലും ഉപ്പ് ചേർത്തിരുന്നു. സമാഗമന കൂടാരത്തിൽ ഉപയോഗിക്കുന്നതായ ധൂപവർഗത്തിൽ സുഗന്ധവർഗത്തോടൊപ്പം ഉപ്പ് ചേർത്തിരുന്നതായിട്ട് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഉടമ്പടികളുടെ ഉറപ്പിനായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നതായിട്ട് സംഖ്യാപുസ്തകവും വെളിപ്പെടുത്തുന്നുണ്ട്. മരണകരവും ഗർഭനാശകരവുമായിരുന്ന നീരുറവയിലെ ജലം എലിശ പ്രവാചകൻ ഉപ്പ് വിതറി ഗുണമുള്ളതാക്കി മാറ്റി. യെരുശലേമിനെ കുറിച്ച് എഗസ്കേൽ പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞത്, ജനിച്ച നാളിൽ ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയുമില്ല എന്നാണ്. എഗസ്കേൽ 16-ാം അധ്യായം 4-ാം വാക്യം. കുഞ്ഞുങ്ങൾ ജനിച്ച ഉടൻ കുളിപ്പിച്ച് ഉപ്പ് തേക്കുമായിരുന്നു. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിപ്പീൻ എന്ന് യേശു കർത്താവ് ഉപദേശിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യം. ഉപ്പിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. വിളഞ്ഞ ഉപ്പ് രൂപപ്പെടുന്നത് അനേകം പ്രക്രിയകൾക്ക് വിധേയമാകുന്നതിലൂടെയാണ്. ഉപ്പളങ്ങളിൽ കയറ്റി നിർത്തുന്നതായ വെള്ളം കാറ്റും വെയിലും കൊണ്ട് വറ്റിപ്പോകുകയും ഈ വെള്ളത്തിൽ കാറ്റടിച്ച് മാലിന്യങ്ങൾ ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടും. മാലിന്യങ്ങൾ നീക്കപ്പെടുകയും ചെയ്യും. ഇപ്രകാരം മാലിന്യങ്ങൾ മാറിയതായ ശുദ്ധമായ ഉപ്പ് രൂപപ്പെടുന്നതിന് 3 വർഷം വേണ്ടി വരുന്നു.
ഇപ്രകാരം വിളഞ്ഞ ഉപ്പിന് മാത്രമേ പരിശുദ്ധമായ വെളുത്ത നിറം ഉണ്ടാകുകയുള്ളൂ. ഉപ്പായി മാറണമെങ്കിൽ കാറ്റും വെയിലുമേറ്റ് കഷ്ടതയിലൂടെ കടന്നുപോയി മാലിന്യങ്ങൾ യഥാസമയം നീക്കപ്പെടേണ്ടതാണ്. കടൽ വെള്ളം കയറ്റി നിർത്തി ഉപ്പ് നിർമ്മിക്കുന്നതായ ഉപ്പളങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളായിരിക്കും. ഈ സംഭരണിക്ക് നിശ്ചിതമായ അതിർവരമ്പുകൾ ഉണ്ടാകും. ഭൂമിക്ക് രുചി പകരുന്നതായ ഉപ്പായി മാറുന്നതിന് ക്രിസ്തുവചനത്തിൻ്റെ അതിർവരമ്പുകളിൽ താഴ്മയും വിനയവും കഷ്ടതയും സഹനത്തിൻ്റെയും ജീവിതം അനിവാര്യമാണ് എന്ന് നമ്മെ ഓർപ്പിക്കുക. രണ്ടാമതായിട്ട് ഉപ്പിൻ്റെതായ പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഉപ്പ് രുചി ഉളവാക്കുന്നതാണ്. ഉപ്പ് അലിഞ്ഞ് ഇല്ലാതാകുന്നതാണ്. സ്വത്വം നഷ്ടപ്പെടുമ്പോഴും മറ്റൊന്നിനെ ശ്രേഷ്ഠവും സ്വാധീനവുമാക്കുന്നു. ഉപ്പ് നല്ല കൂട്ടായ്മ ബന്ധം സ്ഥാപിക്കുന്നു. അർദ്ധപ്രാണനായ വഴിയാത്രക്കാരനെ സഹായിക്കുന്നതും തൻ്റെ വെള്ളിക്കാശും സമയവും അവനായി ചെലവിടുന്നതും നല്ല ശമരിയക്കാരനിലെ ഉപ്പിൻ്റെ സ്വഭാവമാണ്. മൂന്നാമതായിട്ട് ഉപ്പ് സംരക്ഷിക്കുന്നതാണ്. ഉപ്പ് ദീർഘകാലം ഭക്ഷ്യവസ്തുക്കളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നു. സഹജീവികൾക്കും പ്രകൃതിക്കും സുരക്ഷിതത്വവും സംരക്ഷണവും നമ്മുടെ പ്രവർത്തനത്തിലൂടെ ഉറപ്പുവരുത്തുവാനായിട്ട് കഴിയണം. മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കിയത് കാക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമാണ്, ചൂഷണം ചെയ്ത് നശിപ്പിക്കാനല്ല. ഉപ്പ് വേദനസംഹാരിയും മലിനീകരണം തടയുന്നതുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ മാത്രമല്ല പ്രകൃതിയുടെ ശാപമായി മാറുന്ന മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഉപ്പാകണം ക്രൈസ്തവർ ഓരോരുത്തരും. ഹിമപാതം നിറഞ്ഞ മാർഗങ്ങൾ അടയുമ്പോൾ മാർഗം തെളിയുന്നതിന് ഉപ്പ് വിതറുന്നു. പരസ്പര ബന്ധം തകർക്കുന്നതായ വലകൾ മാറി സൗഹൃദം സ്ഥാപിക്കുന്നതിന് ഉപ്പിൻ്റെ സ്വഭാവം അനിവാര്യമാണ്. നാലാമതായിട്ട് ഉപ്പ് എന്നിലും നിങ്ങളിലുമുള്ള ഞാനെന്ന ഭാവത്തെ ഉന്മൂലനം ചെയ്യുന്ന അനുഭവമാണ്. എല്ലാറ്റിനോടും അലിഞ്ഞു ചേരുവാനായിട്ടുള്ള ഉപ്പ് തന്നോട് കൂട്ടായ്മ പുലർത്തുവാൻ വിമുഖത കാണിക്കുന്നതിനെ ഇല്ലായ്മ ചെയ്യുന്നു. ഇരുമ്പിൻ്റെ കാഠിന്യം കാലാന്തരത്തിൽ കുറയുന്നതിന് ഉപ്പിന് സാധിക്കുന്നു. മോശയുടെ പ്രവൃത്തി ഇസ്രായേൽ ജനത്തിന് ഉപ്പിൻ്റെ അനുഭവം നൽകുന്നതിനും ഫറവോൻ്റെ ഹൃദയകാഠിന്യം ഇല്ലാതാക്കുന്നതിനും ഇസ്രായേൽ ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിനും സാധിച്ചു. അതുമാത്രമല്ല, പഴയ നിയമകാലത്തൊക്കെയും മുമ്പ് ഉടമ്പടിക്കായിട്ട് ഉപയോഗിച്ചിരുന്നു. പഴയ നിയമകാലത്ത് ഉടമ്പടിക്കായിട്ട് ഉറപ്പിനായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നു. ഇന്നും വിവാഹ ഉടമ്പടികളെ തുടർന്നുള്ള സദ്യകളിൽ ഉപ്പ് ഒരു പ്രധാന വിഭവമാണ്. സൈനികർ രാജ്യസേവനത്തിനായിട്ട് സമർപ്പിച്ച് പ്രതിജ്ഞ ചൊല്ലുന്നതിന് മുമ്പായി ഓരോ പരൽ ഉപ്പ് നൽകുന്നു. ഈ ഉപ്പ് രുചിച്ചിട്ടാണ് പ്രതിജ്ഞാവാചകം ചൊല്ലുന്നത്. കലുഷിതമായ ലോകത്ത് ഉപ്പിനെ പോലെ രുചി വരുത്തുന്നവരായിട്ടും വെളിച്ചത്തെ പോലെ പ്രകാശം പകർന്നു നൽകുന്നവരായിട്ടും നമ്മുടെ ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതായ ഉപ്പിൻ്റെ കാരത്തെ വീണ്ടെടുക്കുവാനായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യ ശരീരത്തിൽ എല്ലാ കോശങ്ങളിലും ഉപ്പ് അടങ്ങിയിരിക്കുന്നുണ്ട്. ഒരു മുതിർന്ന വ്യക്തിയിൽ 250 ഗ്രാം ഉപ്പുണ്ട്. സോഡിയം പൊട്ടാസ്യം എന്ന ലോഹവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതും മാംസപേശികൾ സങ്കോചിക്കുന്നതും വികസിക്കുന്നതും അന്തരീക്ഷത്തിലെ ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നതിനും ശരീരത്തിലെ തുലനാവസ്ഥ നിലനിർത്തുന്നതിനും അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നതായ സ്രവങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഉപ്പ് വഹിക്കുന്നതായ പങ്ക് വലുതാണ്. വികാരങ്ങളുടെ നിയന്ത്രണത്തിനും വിനിമയത്തിനും മനുഷ്യനെ ഉപ്പ് സ്വാധീനിക്കുന്നതിനാൽ മനുഷ്യൻ്റെ ആത്മവത്തെ ഉപ്പ് സ്വാധീനിക്കുന്നു അല്ലെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഉപ്പിൻ്റെ അളവിൽ ഉണ്ടാകുന്നതായ ഏറ്റക്കുറച്ചിലുകൾ സമചിത്തതയെ സ്വാധീനിക്കുന്നു എന്ന് പറയേണ്ടി വരും. സ്വയം നിയന്ത്രണത്തിൻ്റെയും ആത്മനിറവിൻ്റെയും അർത്ഥത്തിൽ ഉപ്പിനെ കാണുന്നതിൽ തെറ്റില്ല. ദൈവം തൻ്റെ ജനത്തെ മൂല്യാധിഷ്ഠിത സമൂഹമായിട്ട് ഉപ്പിന് തുല്യം സൂക്ഷിച്ചു വെക്കുന്നു. തക്ക സമയത്ത് ഉപയോഗിക്കുകയാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. യെശയ്യാ പ്രവചനം 49-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. രാജാവിൻ്റെ മുൻപിൽ വെച്ച് ഉപ്പ് തിന്നവൻ സുസ്ഥിരമായ വിധേയത്വത്തിൻ്റെ അടയാളമായിട്ട് ഇസ്രായേലിയർ വിശ്വസിച്ചിരുന്നു. നല്ല സൗഹൃദങ്ങൾ പരിപോഷിപ്പിക്കുവാനായിട്ട് പറ്റുന്നതാകണം നമ്മുടെ വാക്കുകൾ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. തേൻമൊഴി പോലെയാകട്ടെ നമ്മുടെ വാക്കുകൾ. അപ്പവും ഉപ്പും ചേർത്ത് ഭക്ഷിച്ചാൽ പൊട്ടിപ്പോകാത്ത സൗഹൃദത്തിൻ്റെ അടയാളമായിട്ട് അവർ കരുതി. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 19-ാമത്തെ വാക്യം.
2 ദിനവൃത്താന്തം 13-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. യാഗങ്ങൾ വിശുദ്ധവും വിലയുള്ളതുമാകുമെന്ന് ഉപ്പ് ചേർക്കുന്നതിലൂടെ കാണിച്ചിരുന്നു. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 19-ാമത്തെ വാക്യം. യാഗപീഠത്തിൽ ഉപ്പ് ചേർത്ത് ബലിയർപ്പിക്കുന്നത് പോലെ പീഡനകാലത്ത് വിശ്വാസി പരിശോധിക്കപ്പെടും. ശരിയായ യാഗം ദൈവത്തിന് സ്വീകാര്യമെന്നതുപോലെ ദൈവമക്കൾ സംരക്ഷിക്കപ്പെടുകയും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപ്പിൻ്റെതായ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ പുലർത്തേണ്ടത് ആണ് എന്ന് ഓർപ്പിക്കുകയാണ്. ഒരു പക്ഷേ ഒരു ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് ന്യൂനപക്ഷമായിരിക്കാം, എന്നാൽ അത് ഭൂരിപക്ഷത്തെ സ്വാധീനിക്കുവാനായിട്ട് ഉപ്പിനെ സ്വാധീനിക്കും. ചെറിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പിൻ്റെ അംശം വളരെ കുറവായിരിക്കും, എന്നാൽ ആ ഭക്ഷണത്തെ മുഴുവൻ രുചിയുള്ളതായിട്ട് സ്വാധീനിക്കുവാനായിട്ട് ഉപ്പിന് കഴിയുന്നു. അലിയും തോറും സ്വഭാവം ത്യജിക്കാതെ മറ്റുള്ളവരെ രുചിപ്പിക്കുന്നതായ സാഹചര്യങ്ങളാൽ ഈ ലോകത്തിലെ സഭ ഒരുപക്ഷെ ന്യൂനപക്ഷമായിരിക്കാം, സഭാജനങ്ങൾ ന്യൂനപക്ഷമായിരിക്കാം, എന്നാൽ തങ്ങളുടേതായ സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിത രീതി കൊണ്ടും സാക്ഷ്യം കൊണ്ടും മറ്റുള്ളവരെ രുചിയുള്ളതാക്കുവാനായിട്ട്, മറ്റുള്ള ഭൂരിപക്ഷത്തിന് രുചി പകരുവാനായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ തീരേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് പരിചിതമായ ഒരു വാക്കിലൂടെ യേശു കർത്താവ് അവരെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ജീവിതം കൊണ്ട് ഉപ്പിനെ പോലെ രുചി വരുത്തുന്നവരും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നവരുമായിട്ട് തീരുവാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കണം. വസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനായിട്ട് ഉപ്പിന് സാധിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചുവല്ലോ. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതായ ലോകത്തിൽ മൂല്യങ്ങളെ പരിപോഷിപ്പിക്കുവാനായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കണം. കാരണം ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് കഴുകൻ കണ്ണോടെ ഇരയെ തേടുന്നതായ ലാഘവത്തോടെ പലപ്പോഴും മുന്നോട്ട് പോകുന്നതായ ഒരു സാഹചര്യമാണ് നമുക്ക് മുൻപിലുള്ളത്. എന്നാൽ അവിടെയൊക്കെ നമ്മുടെ മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് ക്രിസ്തീയ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നവരായിട്ട് അതിൻ്റെ വാഹകരായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂല്യങ്ങൾ നമ്മൾ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് പിടിച്ചെടുക്കുവാനായിട്ടല്ല, മറിച്ച് മറ്റുള്ള മനുഷ്യർക്ക് മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നവരായിട്ട് തീരുവാനായിട്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് സാധിക്കും. മൂല്യങ്ങൾ പഠിച്ചെടുക്കുവാനായിട്ട് സാധിക്കില്ല, മറിച്ച് മാതൃകയുള്ള മറ്റു മനുഷ്യരിൽ നിന്നും പിടിച്ചെടുക്കാനേ സാധിക്കുകയുള്ളൂ. വാല്യൂ ആർ കോട്ട് നോട്ട് തോട്ട്. മൂല്യങ്ങൾ പഠിച്ചെടുക്കുവാനായിട്ടേ സാധിക്കുകയുള്ളൂ. സുവിശേഷ പ്രസംഗീയനായിരിക്കുന്ന സ്പർജന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, സുവിശേഷം എപ്പോഴും പ്രഘോഷിക്കുക, വാക്കുകൾ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം ചിന്തിച്ചത് ദൈവജനം ഉപ്പും വെളിച്ചവും എന്നുള്ളതാണ്. നമ്മുടെ ശുശ്രൂഷയിലൂടെയും നമ്മുടെ പ്രവർത്തനത്തിലൂടെയും ഈ ലോകത്തിന് ഉപ്പായിട്ടും വെളിച്ചമായിട്ടും തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നതിന് സമാനമാണോ? അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിന് ഇടയായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. ഒരിക്കൽ ഒരു രാത്രിയിൽ സ്പെയിനിലെ ഒരു തെരുവിലൂടെ ഒരു വ്യക്തി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപരിചിതനായ ഒരുവനെ അസമയത്ത് കണ്ടതുകൊണ്ട് തെരുവിൽ കണ്ട ആളുകൾ അവനെ പിടിച്ച് കർദിനാളിൻ്റെ അടുക്കലേക്ക് എത്തിച്ചു. വൃദ്ധനായ കർദിനാള് യേശുവിനെ ഉൾമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉടനെ ഉൾമുറിയിലെത്തിയിട്ട് അവൻ്റെ അപരിചിതനായ ഈ മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് കർദിനാള് പറഞ്ഞു, നിന്റെ മുഖത്തെ ദിവ്യമായ പ്രകാശം നിനക്ക് എന്നിൽ നിന്ന് മറയ്ക്കുവാനായിട്ട് സാധിക്കുമോ? ഞാൻ നിന്നെ കണ്ടുപിടിച്ചല്ലോ. നിന്റെ മുഖത്തെ പ്രകാശം കാണുമ്പോൾ അറിയാം നീ ക്രിസ്തുവാകുന്നു എന്ന്. നീ നോക്കുക, ഈ തെരുവിൻ്റെ നടുവിൽ കൂടി നടക്കുമ്പോൾ നിന്റെ പേരിൽ ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എത്രത്തോളം കെട്ടിടങ്ങളും എത്രത്തോളം പ്രൗഢഗംഭീരമായ സൗധങ്ങളുമാണ് എന്ന് നിനക്കറിയാമോ എന്ന്. ഉടനെ യേശു ഒന്നും മിണ്ടിയില്ല. കർദിനാൾ പറഞ്ഞു, നിന്റെ വഴിയിൽ നടന്നാൽ ഇവ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, കഴിയുകയില്ല. പണ്ട് മരുഭൂമിയിൽ ഒരുവൻ നിന്നെ പരീക്ഷിച്ചതില്ലേ? അവൻ്റെ വഴിയിൽ നടന്നിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. പക്ഷേ എല്ലാം ഇന്ന് നിന്റെ പേരിലാണ്. അതുകൊണ്ട് ദയവായി ഉപദ്രവിക്കരുത്, ഞങ്ങളെ മടങ്ങിപ്പോകണം.
യേശു കർദിനാളിൻ്റെ ചുക്കിച്ചുളിഞ്ഞ കവിളിൽ ചുംബിച്ചിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. എം തോമസ് മാത്യു എൻ്റെ ശരീരം എൻ്റെ രക്തം എന്ന പുസ്തകത്തിൻ്റെ 55-ാം പുറത്ത് എഴുതിയിരിക്കുന്നതാണിത്. ഇന്നത്തെ സമകാലീന ആത്മീയതയുടെ ഒരു പരിച്ഛേദമായിട്ട് വരച്ചു കാണിക്കുന്നതായ ഒരു ചിത്രമാണിത്. ഒരുപക്ഷെ നാം ഓരോരുത്തരും ഇരുട്ടിനെ ശപിച്ചുകൊണ്ട് കാര്യമില്ല, മറിച്ച് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കാനായാൽ അതാണ് നല്ലത്. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെ ഇരുളും മാറ്റുവാനായിട്ട്, വെളിച്ചം കൊടുക്കുവാനായിട്ട്, ഈ ലോകത്തിന് രുചി പകരുവാനായിട്ട്, ഈ ലോകത്തിൻ്റെ നഷ്ടപ്പെട്ട മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവം നമ്മെ ക്രിസ്ത്യാനികളായിട്ട്, ദൈവമക്കളായിട്ട് ഈ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ആക്കി വച്ചിരിക്കുന്നു. ആയിരിക്കുന്നിടത്ത് പ്രകാശം പകരുവാനായിട്ടും രുചി പകരുവാനായിട്ടും നമ്മുടെ ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. സങ്കീർത്തനം 27 അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗത്ത് നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: യഹോവ നമ്മുടെ വെളിച്ചമാകയാൽ നമുക്ക് നിർഭയമായിട്ട് വസിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ മഹാമനോഹരത്തെ ദർശിച്ച് തിരുദേവാലയത്തിൽ പാർത്ത് തിരുവചനം ധ്യാനിക്കുവാനായിട്ട് കൊതിക്കുന്ന തന്നെ അനർത്ഥ ദിവസത്തിൽ യഹോവ തിരുനിവാസത്തിൽ ഒളിപ്പിച്ച് ഒടുവിൽ തനിക്ക് ഉയർച്ച നൽകുമെന്ന സങ്കീർത്തനക്കാരൻ വിശ്വസിക്കുക. ആരെല്ലാം എന്നെ മറന്നാലും നിന്റെ പ്രകാശത്തിൽ നീ എനിക്ക് വഴി കാണിച്ച് എന്നെ നടത്തണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലൂടെ അഗ്നിക്ക് സമാനമായ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അഗ്നി എന്ന് പറയുന്നത് സ്ഫുടം ചെയ്യുന്നതാണ്. വെളിച്ചമെന്ന് പറയുന്നത് ഇരുളിനെ അകറ്റുന്നതാണ്. ഉപ്പെന്ന് പറയുന്നത് രുചി പകരുന്നതും മറ്റുള്ളതിനെ രുചിയുള്ളതാക്കുന്നതും കേടുകൂടാതെ സംരക്ഷിക്കുന്നതുമാണ്. നമ്മുടെ ജീവിതവും പ്രവർത്തനവും ശുശ്രൂഷകളൊക്കെയും ഈ ലോകത്തിന് രുചി പകരുന്നതും മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നതും ഇരുട്ടിനെ മാറ്റി പ്രകാശമയമായിട്ട് മറ്റുള്ളവർക്ക് തീരുവാനായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അതിനാൽ കാരമുള്ള ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമായിരിക്കാനായിട്ട് ക്രൂശിൽ ഉയർത്തപ്പെട്ടതായ സത്യവെളിച്ചം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുവചനം കേൾപ്പാനായിട്ട് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ലോകത്തിൻ്റെ ഉപ്പായിട്ടും വെളിച്ചമായിട്ടും ഞങ്ങൾ തീരണമെന്ന് അവിടുന്ന് ഞങ്ങളെ ഓർപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും ഒക്കെയും ഉപ്പിന് സമാനമായിട്ടും കർത്താവേ ലോകത്തിന് വെളിച്ചം പകരുന്നവരായിട്ടും തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണമേ. വചനം കേട്ട് അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ പൊതിയണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവ്വബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. തിരുവചനം ശ്രമിച്ചതായ നമുക്ക് അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ സംഗതികളെ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുടെ പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിയായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു, ഉദ്യോഗസ്ഥരാത്മസംഖ്യകൾ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന് വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായീകരിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും ക്രിസ്തുമാരുടെ സമൂഹത്തിലും പാപമോചനത്തിനും ശരീരത്തിനും പുനരുദ്ധാനത്തിനും നിത്യജീവനും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോടുകൂടെയും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടസ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കർമ്മങ്ങൾ ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽപ്പെടുത്താതെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം.
നിത്യത്തേക്കുള്ള പ്രത്യേക അപേക്ഷ അന്ധകാരത്തിന്റെ ശക്തികളെ തുരത്തുകയും ഭൂമിയിൽ വെളിച്ചം പകർന്ന് ജീവൻ പരിപാലിക്കുകയും ചെയ്യുന്ന പ്രകാശത്തിന്റെ ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ ജീവിതവും ശുശ്രൂഷയും മുഖാന്തരം ഈ ഇരുണ്ട ലോകത്തെ അവിടുന്ന് പ്രകാശം കൊണ്ട് നിറച്ചു. യേശുവിന്റെ പുനരുദ്ധാനത്തിലൂടെ ഇരുളിന്റെ ശക്തികളിന്മേൽ അത്യധിക വിജയം നേടി നിന്റെ ജനത്തിന് പ്രത്യാശ നൽകിയിരിക്കുന്നു. നിന്റെ ജനമായി ഞങ്ങളെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമായി തീർക്കണമേ. അങ്ങനെ ലോകത്തെ അർത്ഥവും ലക്ഷ്യബോധമുള്ള സമൂഹമായി പരിവർത്തനം ചെയ്യുന്ന നിന്റെ ശുശ്രൂഷ ഞങ്ങൾ തുടരുവാൻ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങളിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ടും ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കാനും ഞങ്ങൾ നിന്നാൽ ശത്രുവായി കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ സാധിക്കാത്ത സമാധാനം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാർക്ക് നൽകണമേ. ആമേൻ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സകല നന്മകളുടെയും കാരണനും ദാതാവുമായ സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവത്തെ ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ട് ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ നിന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുങ്ങാം. ഈ വിശുദ്ധ ദിവസം ദൈവസന്നിധിയിലാൽ കടന്നു വന്ന കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും കൃപയായിട്ട് സഹായിച്ചതോർത്ത് നന്ദി കരേറ്റാം. ഈ ലോകത്തിനൊപ്പം വെളിച്ചവുമായിട്ട് തീരുവാനായിട്ട് മറ്റുള്ളവർക്ക് രുചി വരുത്തുവാനും മറ്റുള്ളവരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാനും ദൈവമായ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങൾ കൊണ്ട് അവിടുന്ന് സഹായിക്കണമേ. ലോകത്തിന് മൂല്യങ്ങളെ പകരുന്ന സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സെൻറ്റ് ജെയിംസ് കുടുംബമായിട്ട് ദൈവങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റാം. നമ്മുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ഭാരങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ശിശാല ദൂരദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ദൂരദേശങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രായത്തിൻ്റെ ബലഹീനതകൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയും സ്നേഹവും വാത്സല്യവും ഈ നാളുകളിൽ അധികമായിട്ട് പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസാന്നിധ്യത്തിന് മറവിലാൽ നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചു. പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെയും വന്നപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളൊക്കെയും ദൈവത്തിൻ്റെ കൃപ നമ്മെ ഓരോരുത്തരെയും വഴി നിർത്തി ഓർത്ത് നന്ദി കരേറ്റാം. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഓരോ ദിനവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനായിട്ടും ദൈവത്തിൻ്റെ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദി കരേറ്റുവാനും കർത്താവ് കൃപയായി നമ്മെ സഹായിക്കുന്നോർത്ത് നന്ദി കരേറ്റാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഭാരങ്ങളെയും ദൈവങ്ങളെ സമർപ്പിക്കാം. വിവാഹത്തിനായി ഒരുങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിലെ കുഞ്ഞുങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പഠിക്കുന്നതായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ബുദ്ധിയും ജ്ഞാനവും വിവേകവും നൽകി ദൈവകൃപയിൽ അവരെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭവനാന്തരീക്ഷത്തിൽ അവർ പഠിക്കുമ്പോൾ ഒത്തിരിയേറെ പ്രയാസങ്ങളും വിധത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ പ്രിയ കുഞ്ഞുങ്ങളെ ജനന്തോറും വഴി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൂരദേശങ്ങളിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ, ബന്ധുമിത്രാദികളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെയും ദൈവങ്ങളെ സമർപ്പിക്കാം. സഭയിലെ എല്ലാ സംഘടനകളുടെയും സഭാ കമ്മിറ്റിക്കായും കൗൺസിൽ മെമ്പേഴ്സിനായിട്ടും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം കരേറ്റാം. നാം അധിവസിക്കുന്ന ദേശത്തിനായിട്ടും
നമ്മുടെ മഹായിടവയ്ക്കായിട്ടും മഹായിടവയ്ക്ക് നേതൃത്വം നൽകുന്ന ബിഷപ്പ് തിരുമേനിക്കായിട്ടും കുടുംബത്തിനായിട്ടും നന്ദി കരേറ്റം. ദൈവകൃപയിൽ നമ്മെയും നമ്മുടെ ആവശ്യങ്ങളെയും പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ ഒരുങ്ങാം. തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായിരുന്ന, ഞങ്ങളെ അനുദിനം വഴി നിർത്തുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സമയത്തിൽ തിരുമുമ്പാകെ കടന്നു വന്ന് പരിശുദ്ധനായ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്നുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ ജീവിതങ്ങൾ കർത്താവെ രുചിയുള്ളതായിട്ടും മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നതായിട്ട് തീരുവാൻ സഹായിക്കണമേ. തിരുവചനത്തിലാൽ ഞങ്ങൾ കേട്ടതുപോലെ ആയിരിക്കുന്ന ആ സാഹചര്യങ്ങളും ഞങ്ങളെ ആക്രമിച്ചിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയാൽ കർത്താവെ ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും ഞങ്ങളോട് പകരണമേ. പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന അനേകർക്ക് ആശ്വാസമായിട്ടും മറ്റുള്ളവർക്ക് സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാനായിട്ടും ദൈവമായ കർത്താവെ നാളുകൾ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സെൻറ് ജെയിംസ് കുടുംബമായിട്ട് അവിടുത്തെ കരങ്ങളെ സമർപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും ദൈവം നടത്തിയ പരിപാലിച്ച വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി കരയുന്നു. പ്രായത്തിൻ്റെ ബലഹീനതകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശ്വാസദായകനായിട്ട് കർത്താവ് കൂടെ ഇരിക്കണമേ, വഴി നടത്തണമേ. പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെയും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നേരിടുവാൻ കർത്താവ് ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്നതായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ ദൈവകൃപയും നൽകി അനുഗ്രഹിക്കണമേ. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെയൊക്കെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയിലെ എല്ലാ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൺഡേ സ്കൂള്, യൂത്ത് ഫെലോഷിപ്പ്, ഫയർ മെമ്പേഴ്സ്, വിമൻസ് ഫെലോഷിപ്പ്, മെൻസ് ഫെലോഷിപ്പ്, സീനിയർ ഫെലോഷിപ്പ്, കമ്മിറ്റി മെമ്പേഴ്സ്, കൗൺസിൽ മെമ്പേഴ്സ് എന്നീ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്കായിട്ട് നന്ദി കരയുന്നു. ഒത്തൊരുമിച്ച് കർത്താവെ സഭയുടെ നന്മയ്ക്കായിട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിപ്പാനും പ്രവർത്തിപ്പാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരദേശങ്ങളിലും അടുത്ത മകലുമുള്ള ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികൾക്കായും സ്തോത്രം. മാതാപിതാക്കൾക്കായിട്ടും സഹോദരങ്ങൾക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയുന്നു. ദൂരദേശങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെയും അനുഗ്രഹിക്കണമേ. അവരുടെ യാത്രകളെയൊക്കെയും കർത്താവ് ശുഭമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ദൂരദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്നിടത്ത് ദൈവകൃപയിൽ അവിടുന്ന് പൊതിയണമേ. ഈ നാടുകളിൽ ഭവനാന്തരീക്ഷത്തിലിരുന്നും കർത്താവെ ഓഫീസുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ ജോലിക്കായിട്ട് പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവകൃപയിൽ അവരെ സൂക്ഷിക്കണമേ. അണ്ടബാധകളൊന്നും കൂടാതെ വേണം കർത്താവ് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇന്ന് കർത്താവെ ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ ഒന്നിച്ചു കൂടുവാൻ ദൈവം കൃപയായി സഹായിച്ചല്ലോ. തുടർന്നുള്ള സമയങ്ങളിലും അവിടുത്തെ ആത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിന്റെ മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിയും പരിപാലിക്കുന്നതും ഈ ആയുസ്സിലെ സകല നിദ്രകൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ലോകത്തെ വിലമതിച്ചുള്ള സ്നേഹത്തിന് വേണ്ടിയും വേണ്ടിയും മഹത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയമായ ഉദാഹരണങ്ങളായി നിന്നെ സേവിക്കുന്ന ഞങ്ങളെ നാമൊക്കെ വിശുദ്ധിയോട് നീതിയോട് നിലവാകം നടന്ന് അങ്ങയുടെ മാത്രമല്ല ഞങ്ങളുടെ നടപ്പിൽ കൂടെ ശുദ്ധിയെ പുഷ്പത്തിലെഴുതുന്നു. നിന്റെ സകലങ്ങളെയും പുസ്തകതായ പോലെ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവർ നിന്നോട് പരിശുദ്ധാത്മാവ് സകല കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനയെ കൈക്കൊള്ളുമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുമെന്ന് അവർ കണ്ടറിവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാനായിട്ട് അവർക്ക് കൃപയും ശക്തിയും ലഭിപ്പാനായിട്ട് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളണമേ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ സമയത്ത് സഭയെ അറിയിപ്പാനായിട്ടുള്ള അറിയിപ്പുകൾ ഈ സമയത്ത് നൽകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ,
വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ വിശുദ്ധ ദിവസവും ദൈവസന്നിധിയിൽ കടന്നു വന്ന പരിശുദ്ധനായ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയറ്റുന്നു. സ്വഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയെ ദൈവനാമത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ സ്തോത്ര വഴിപാട് ജനറൽ ഓഫർട്ടറി ആയിട്ട് ലഭിച്ചത് 12,490 രൂപ, ബർത്ത്ഡേ ഓഫർട്ടറി ആയിട്ട് ലഭിച്ചത് 3,000 രൂപ, മന്ത്ലി സബ്സ്ക്രിപ്ഷനായിട്ട് ലഭിച്ചത് 8,000 രൂപ, ബാപ്റ്റിസം ഓഫർട്ടറി ആയിട്ട് ലഭിച്ചത് 3,600 രൂപ, ആകെ 27,090 രൂപ. സെൻറ്റ് ജെയിംസ് ഫാമിലി പ്രെയർ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കും കോട്ടേജ് പ്രെയർ എല്ലാ ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്കും നടക്കുന്ന വിവരം നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. എല്ലാവരും അതിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കാനായിട്ട് ഓർപ്പിക്കുന്നു. ആനുവൽ റിപ്പോർട്ട് ഓരോ സംഘടനകളുടെയും സമർപ്പിക്കേണ്ടതാകുന്നു. ആനുവൽ റിപ്പോർട്ട് ഇനി സമർപ്പിക്കാത്ത സംഘടനകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ ആഴ്ച തന്നെ അത് സമർപ്പിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയവരുടെ പേരുകൾ വായിക്കുന്നു. ജന്മദിനം അഷിത ആൽബർട്ട് മറിയ ജോസ്. വിവാഹ വാർഷികം മിസ്സിസ് സുനിത ബൈജു വർഗീസ് ആൻഡ് മിസ്റ്റർ ബൈജു ടി വർഗീസ്. ഈ സമയത്ത് ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും അതിനുശേഷം ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ആയുസിൻ്റെ ഓരോ ദിനവും ഞങ്ങളെ അതിശയമായിട്ട് വഴി നടത്തുന്ന അവിടുത്തെ കൃപയ്ക്കും കരുതലിനും സ്നേഹത്തിനുമായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ കരുതലിലും കാവലിലും കൃപയിലും ഞങ്ങളെ നിരന്തരമായിട്ട് പരിപാലിക്കുന്നതിനായിട്ട് നന്ദി കരയറ്റുന്നു. ദൈവമായ കർത്താവെ, ജന്മദിനത്തിലൂടെയും വിവാഹ വാർഷികത്തിലൂടെയും ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവിടുത്തെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പുതിയ വർഷം അനുഗ്രഹത്തിനും നന്മയ്ക്കും മുഖാന്തരമായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യണം. എല്ലാ നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപ പ്രിയപ്പെട്ടവരോടുകൂടി ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ജ്ഞാനകീർത്തനമുള്ള 206-ാമത്തെ കീർത്തനം നമുക്ക് ഈ സമയത്ത് പാടാം. ജ്ഞാനകീർത്തനങ്ങൾ 206-ാമത്തെ കീർത്തനം. പാപക്കടം തീർക്കുവാൻ യേശുവിൻ രക്തം മാത്രം, പാപബന്ധം അഴിവാൻ യേശുവിൻ രക്തം മാത്രം. യേശുവിൻ രക്തം മാത്രം
സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവാം ദൈവത്തിനും, നമ്മയും സകല മനുഷ്യജാതിയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനാം ദൈവത്തിനും, നമ്മയും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സകലരെയും വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിനും സർവബഹുമാനവും മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആരാധനയുടെ മംഗളമായി ജ്ഞാനകീർത്തനങ്ങളുള്ള 253 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. നിത്യനായ യഹോവയെ ലോകവൻ കാട്ടിൽ കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, ഈ ലോകയാത്രയിലായി ഞങ്ങളോട് കൂടെ ഇരിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ദിനംതോറും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് തിരുമുമ്പാകെ കടന്നു വന്ന പരിശുദ്ധനായ എന്നെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവമായ കർത്താവ് കൃപയായിട്ട് ഞങ്ങളെ സഹായിച്ചതിനായിട്ടും നന്ദി കരുതുന്നു. ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ ദിനംതോറും ഞങ്ങളെ സൂക്ഷിച്ച് പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധോസം ഞങ്ങൾക്കായിട്ട് തന്നുവല്ലോ. ദൈവകൃപ ഞങ്ങളുടെ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളിലും വ്യാപരിക്കണമേ. കർത്താവേ, വരുന്ന ഒരാഴ്ചക്കാലം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ആക്കി വെക്കുന്ന ഇടങ്ങളൊക്കെ സാക്ഷ്യമുള്ളവരായിട്ട് വിശുദ്ധിയും വെടിപ്പുമുള്ളവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. എല്ലാ ദൈവകൃപയിലും ഞങ്ങളെ വഴി നടത്തണമേ. ആവശ്യമായിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി ഞങ്ങളെ ദിനംതോറും പരിപാലിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആത്മാവുടെയും നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവ് നാമത്തിൽ തന്നെ.